ഒന്നാമത് റാഷ്ഫോർഡ് ഒരു ഓവർ റേറ്റഡ് പ്ലെയർ ആണ്. നമുക്ക് എങ്ങനെ നോക്കിയാലും റാഷ്ഫോർഡിനെ നമുക്ക് നമ്പർ 10 കൊടുക്കണേൽ ഞാൻ കാര്യം പറയാം. കാരണം റാഷ്ഫോർഡ് എന്ന് പറഞ്ഞാൽ ഇനി അതർ ആവറേജ് പ്ലെയർ എന്ന് പറയില്ല, അത്രേ ഉള്ളൂ റാഷ്ഫോർഡ്. റാഷ്ഫോർഡിന് ആകെ ഉള്ളത് കുറച്ച് പേസും കുറച്ച് ഫിനിഷിംഗ് അബിലിറ്റീസും മാത്രമാണ്. അത്രയും ആവറേജ് പ്ലെയർ ആണ് റാഷ്ഫോർഡ്. ശരിക്കും അത്രയും ഓവർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ എന്ത് ചെയ്യാൻ പാടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും അവരെ ഏറ്റവും വലിയ കീ പ്ലെയർ ആയിട്ട് ഇതാക്കാൻ പാടില്ല. കാരണം റാഷ്ഫോർഡ് എന്തില്ല, ഡിസിപ്ലിൻ ഇല്ല, പ്രൊഫഷണലിസം ഇല്ല, അതേപോലെ തന്നെ ടീം കോർഡിനേഷൻ ഇല്ല. ഇത്രയും സ്കിൽസ് ഇല്ലാത്തൊരു പ്ലെയറിനെ, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് മെയിനായിട്ട് കളിയും കയറലൊക്കെ പുറത്താണ്. കളിയുടെ ഇതിനൊക്കെ മുകളിൽ നമുക്ക് എന്തും ഡിസിപ്ലിൻ വേണം, അതേപോലെ പ്രൊഫഷണലിസം വേണം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കളി എടുത്ത് നോക്കി കഴിഞ്ഞാൽ റാഷ്ഫോർഡ് എന്തെങ്കിലും ഇപ്പൊ റൊണാൾഡോ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സംഭവമാണ്. റൊണാൾഡോ എന്താണ് ബാക്കിലേക്ക് വന്നിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യില്ല. റാഷ്ഫോർഡിന്റെ തൊട്ടടുത്തുകൂടെ പ്ലേയേഴ്സ് ഇറങ്ങി പോവാണ്, റാഷ്ഫോർഡ് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. റാഷ്ഫോർഡിന്റെ അടുത്ത് കൂടെ പ്ലേയേഴ്സ് ഓവർലാപ്പ് ചെയ്ത് പോകണം, റാഷ്ഫോർഡ് നോക്കി ഇങ്ങനെ നിൽക്കുക. റാഷ്ഫോർഡ് അവരെ മാർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ റാഷ്ഫോർഡ് ഒന്നും ചെയ്യണില്ല. റാഷ്ഫോർഡ് മടി പിടിച്ചവിടെ ഇരിക്കുക. ഇതാണ് പ്രൊഫഷണലിസം, ഇതാണ് ഡിസിപ്ലിൻ. പക്ഷെ അവർക്ക് എവിടെ ഡിസിപ്ലിൻ ഉണ്ട്? മറ്റേ നൈറ്റ് ക്ലബ്ബിൽ പോകണതിന് ഡിസിപ്ലിൻ ഉണ്ട് അവർക്ക്.